ലൂതറിൻ്റെ ജർമ്മനി, കാൽവിൻ്റെ ജനീവ, ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭ, കത്തോലിക്ക സഭയുടെ കൗണ്ടർ റിഫോർമേഷന് വഴിതെളിച്ച ട്രെൻഡ് കൗൺസിൽ പോലും ടിൻഡെയിൽ ഉയർത്തിയ കൊടുങ്കാറ്റിൻ്റെ ബാക്കി പത്രമായിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്പ്, റോമൻ ചക്രവർത്തി ചാൾസ് അഞ്ചാമൻ്റെ ഭരണകാലം, മതവും രാഷ്ട്രീയവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു യുഗം. കത്തോലിക്ക സഭയുടെയും പോപ്പിൻ്റെയും അധികാരം ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കാലം. അന്ധകാരാവൃതമായ ഈ കാലഘട്ടത്തിൽ യൂറോപ്പിലുടനീളം മാർട്ടിൻ ലൂതറിലൂടെ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം ഒരു തീപ്പൊരിയായി പടർന്നു തുടങ്ങിയിരുന്നു. ഇതിനിടെ ഇംഗ്ലണ്ടിലെ ഹെൻറി 8-ാമൻ രാജാവ് തൻ്റെ വിവാഹമോചനത്തിൽ പോപ്പിനോട് പൊരുതി കത്തോലിക്ക സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. ഇങ്ങനെ സംഘർഷഭരിതമായ നിർണായകമായ ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ യുദ്ധം നടന്നത് രാജ്യങ്ങൾ തമ്മിലായിരുന്നില്ല, അത് ബൈബിൾ വായിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടിയായിരുന്നു. ആ പോരാട്ടത്തിൽ തൻ്റെ ജീവൻ നൽകി വിജയം വരിച്ച അതുല്യനായ പോരാളിയായിരുന്നു വില്യം ടിൻഡെയിൽ. ക്രൈസ്തവ സഭാചരിത്രത്തിലെ പ്രോജ്വലമായ ഒരേട്. ആ ആവേശകരമായ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ബൈബിളിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. നൂറ്റാണ്ടുകളായി ലാറ്റിൻ ഭാഷയിൽ മാത്രം പൂട്ടിയിടപ്പെട്ട തിരുവചനം, സാധാരണക്കാർക്ക് തൊടാൻ പോലും അനുവാദമില്ലാത്ത ഒരു രഹസ്യം, പുരോഹിതവർഗത്തിൻ്റെ മാത്രം സ്വത്ത്, അവർക്ക് മാത്രമേ അത് വായിക്കുവാനും വ്യാഖ്യാനിക്കുവാനും അവകാശമുണ്ടായിരുന്നുള്ളൂ. കത്തോലിക്ക സഭ ബൈബിൾ വിവർത്തനങ്ങൾ കർശനമായി നിരോധിച്ചിരുന്നു. 4-ാം നൂറ്റാണ്ടിലെ ലാറ്റിൻ വൾഗേറ്റ് പരിഭാഷ മാത്രമാണ് സഭ അംഗീകരിച്ചിരുന്നത്. അതിനാൽ വേദഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സഭയ്ക്ക് സമ്പൂർണ്ണ അധികാരം നിലനിർത്തുവാൻ സാധിച്ചിരുന്നു. സാധാരണ വിശ്വാസികൾ തിരുവചനം വായിച്ചാൽ തങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുമെന്നവർ ഭയന്നുപോയി. സഭയുടെ അഴിമതികൾ മറച്ചു വയ്ക്കുവാനുള്ള ഒരു തന്ത്രവും പാപമോചന ചീട്ട് വിൽപ്പന പോലെയുള്ള വചനവിരുദ്ധ വ്യാപാരങ്ങൾ തടസ്സമില്ലാതെ തുടരുവാനുള്ള ഗൂഢതന്ത്രവുമായിരുന്നു ബൈബിൾ വിവർത്തനങ്ങളെ നിരോധിക്കുവാനുള്ള യഥാർത്ഥ കാരണം. കാലം 1517. ജർമ്മനിയിലെ വിറ്റൻബർഗിലുള്ള ദേവാലയ വാതിലുകളിൽ കത്തോലിക്ക സഭയ്ക്കും പോപ്പിനുമെതിരെയുള്ള 95 കുറ്റാരോപണങ്ങൾ എഴുതിപ്പതിച്ചപ്പോൾ നവീകരണത്തിൻ്റെ തീജ്വാല പടർന്നു തുടങ്ങിയിരുന്നു. മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ഹൾഡ്രിച്ച് സിംഗ്ലി തുടങ്ങിയവർ നവീകരണത്തിൻ്റെ ആശയങ്ങൾ യൂറോപ്പിലാകെ വ്യാപിപ്പിച്ചു. ഇംഗ്ലണ്ടിലാകട്ടെ നവീകരണം ഹെൻറി 8-ാമൻ രാജാവിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വില്യം ടിൻഡെയിൽ എന്ന അസാധാരണനായ ഒരു യുവാവ് യൂറോപ്പിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ തിരുവചനം കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുവാൻ ഉയർന്നു വന്നത്. ഇംഗ്ലണ്ടിലെ ഗ്ലൗസെസ്റ്റർഷെയറിൽ 1494 ജനിച്ച വില്യം ടിൻഡെയിൽ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠനം നടത്തി. ഫ്രഞ്ച്, ജർമ്മൻ, ഗ്രീക്ക്, ഹീബ്രു, ഇറ്റാലിയൻ, ലാറ്റിൻ, സ്പാനിഷ് തുടങ്ങി 8 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ഭാഷാ പണ്ഡിതനായി ഈ യുവാവ് വളരെ പെട്ടെന്ന് മാറി. സഭയുടെ അധികാരത്തിനെതിരെ ഉയർന്നു വന്ന പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളാൽ അദ്ദേഹം പ്രചോദിതനായി. ദൈവവചനം എല്ലാവർക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന അഗ്നി. 1522 കത്തോലിക്ക പുരോഹിതനുമായി ദൈവശാസ്ത്ര സംവാദത്തിനിടെയാണ് ടിൻഡെയിൽ തൻ്റെ പ്രസിദ്ധമായ പ്രതിജ്ഞ എടുക്കുന്നത്. ദൈവവചനത്തെക്കാൾ പോപ്പിൻ്റെ നിയമങ്ങളാണ് മെച്ചമെന്ന് ആ പുരോഹിതൻ വാദിച്ചപ്പോൾ ടിൻഡെയിൽ പറഞ്ഞു, ഞാൻ പോപ്പിനെയും അവൻ്റെ എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിക്കുന്നു. ദൈവം എൻ്റെ ജീവൻ നിലനിർത്തുമെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ ഉഴവുകാരൻ വരെ നിങ്ങളെക്കാൾ കൂടുതൽ വേദഗ്രന്ഥം വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഞാൻ അവസരമൊരുക്കും. ഈ വാഗ്ദാനത്തിൻ്റെ കാതൽ സാധാരണക്കാർക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ തിരുവെഴുത്ത് ലഭ്യമാക്കുമെന്നതിലൂടെ പുരോഹിത വർഗത്തിൻ്റെ ഇടനിലക്കാർ എന്ന പദവി ഇല്ലാതാക്കുമെന്നതായിരുന്നു. ടിൻഡെയിലിന് മുമ്പ് ജോൺ വിക്ലിഫ് മിഡിൽ ഇംഗ്ലീഷിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തിയിരുന്നു. എന്നാൽ വിക്ലിഫ് പരിഭാഷയ്ക്കായി ആശ്രയിച്ചത് ലാറ്റിൻ വൾഗേറ്റിനെ തന്നെയായിരുന്നു. ആ കൃതികൾ കത്തോലിക്ക സഭ നിരോധിക്കുകയും സഭയുടെ ഉത്തരവനുസരിച്ച് അതിൻ്റെ പ്രതികൾ കണ്ടെത്തി കത്തിച്ചു കളയുകയുമായിരുന്നു. സഭയുടെ അഴിമതികൾ കണ്ട് വേദനിച്ച ടിൻഡെയിൽ ബൈബിൾ മൂലഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുവാൻ തീരുമാനിച്ചു.
പക്ഷെ കത്തോലിക്ക സഭ ബൈബിൾ പരിഭാഷാ പ്രവർത്തനങ്ങൾ ഹെരസി അഥവാ മതനിന്ദയാണെന്ന് മുദ്രകുത്തി. സാധാരണക്കാരെ അജ്ഞതയിൽ നിലനിർത്താൻ അവർ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 1523 ലണ്ടനിലെ ബിഷപ്പ് ബൈബിൾ വിവർത്തനത്തിന് അനുമതി നിഷേധിച്ചപ്പോൾ ടിൻഡെയിൽ ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു. ഹാംബർഗ്, വിറ്റൻബർഗ്, കൊളോണി എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം ഒളിവിൽ താമസിച്ചു. 1525 പുതിയ നിയമം ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അതിൻ്റെ 18,000 കോപ്പികൾ പ്രിന്റ് ചെയ്തു. അച്ചടി യന്ത്രം ഉപയോഗിച്ച് വൻതോതിൽ നിർമ്മിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് ബൈബിളായിരുന്നു ഇത്. അവ അത്രയും ഇംഗ്ലണ്ടിലേക്ക് രഹസ്യമായി കടത്തി. ജനങ്ങൾ ആവേശത്തോടെ തങ്ങളുടെ മാതൃഭാഷയിൽ തിരുവചനം വായിക്കുവാൻ തുടങ്ങി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സഭാ നേതൃത്വവും രാജാവും കോപാകുലരായി. ടിൻഡെയിലിൻ്റെ പരിഭാഷ ഇംഗ്ലണ്ടിൽ വലിയ എതിർപ്പാണ് നേരിട്ടത്. ഹെൻറി 8 രാജാവ് റോമൻ സഭയുമായി രാഷ്ട്രീയമായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ദൈവശാസ്ത്രപരമായി യാഥാസ്ഥികനായിരുന്നു. ടിൻഡെയിലിൻ്റെ കൃതികളിലെ ലൂതറൻ ആശയങ്ങൾ കാരണം രാജാവ് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. മാത്രവുമല്ല, രാജാവായ ഹെൻറി 8 വിവാഹ മോചനത്തെ ടിൻഡെയിൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിനാൽ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ ശത്രുവായാണ് രാജാവ് കണക്കാക്കിയിരുന്നത്. ടിൻഡെയിലിൻ്റെ ബൈബിൾ ഇംഗ്ലണ്ട് നിരോധിച്ചു. കുറേ പുസ്തകങ്ങൾ കണ്ടുകെട്ടി ചുറ്റരിച്ചു. പക്ഷേ ടിൻഡെയിൽ നിരാശനായില്ല. പഴയ നിയമത്തിൻ്റെ പരിഭാഷാ ജോലികൾ അദ്ദേഹം അഭംഗുരം തുടർന്നുകൊണ്ടേയിരുന്നു. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ 1530 പരിഭാഷ പൂർത്തിയാക്കി പുറത്തിറക്കി. ടിൻഡെയിലിൻ്റെ വിവർത്തനങ്ങൾ യൂറോപ്പിലെ ക്രൈസ്തവ നവീകരണത്തിൻ്റെ അടിത്തറയായി മാറി. അതോടൊപ്പം പാസ് ഓവർ, ലെറ്റ് ദർ ബി ലൈറ്റ് തുടങ്ങിയ നിരവധി പുതിയ വാക്കുകളും പരിഭാഷാ പ്രയോഗങ്ങളും ഇംഗ്ലീഷ് ഭാഷയെ തന്നെ സമ്പന്നമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെയാണ് വില്യം ടിൻഡെയിലിനെ ആധുനിക ഇംഗ്ലീഷ് ഭാഷയുടെ സ്ഥാപകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പരിഭാഷയുടെ താളവും ലാളിത്യവും ഇംഗ്ലീഷ് സാഹിത്യത്തെ ശാശ്വതമായി സ്വാധീനിച്ചു. പിന്നീട് 1611 പ്രസിദ്ധീകരിച്ച കിങ് ജെയിംസ് വേർഷനിലെ പുതിയ നിയമത്തിൻ്റെ 90% വാക്യങ്ങളും ടിൻഡെയിലിൻ്റെ പരിഭാഷയിൽ നിന്ന് എടുത്തവയായിരുന്നു. ടിൻഡെയിൽ ലാറ്റിനെ ആശ്രയിക്കാതെ ഗ്രീക്ക്, ഹീബ്രു മൂലഭാഷകളിൽ നിന്ന് നേരിട്ട് പരിഭാഷ നടത്തിയ ആദ്യത്തെ വ്യക്തിയായതിനാലാണ് ഇംഗ്ലീഷ് ബൈബിളിൻ്റെ പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൻ്റെ അനുമതിക്കായി ശ്രമിച്ചെങ്കിലും കത്തോലിക്ക ഭരണാധികാരികൾ അത് നിഷേധിച്ചു. സ്വന്തം ജീവൻ രക്ഷിക്കാനും ദൗത്യം പൂർത്തിയാക്കുവാനും അദ്ദേഹം യൂറോപ്പിലേക്ക് പലായനം ചെയ്തു. അന്നത്തെ ലോർഡ് ചാൻസലറും കത്തോലിക്ക സഭയുടെ ശക്തനായ വക്താവുമായിരുന്ന സർ തോമസ് മൂറിനെ ടിൻഡെയിലിൻ്റെ ആശയങ്ങളെ എതിർക്കുവാൻ പാപ്പ നേരിട്ട് ചുമതലപ്പെടുത്തി. 1529 സർ തോമസ് മൂർ എ ഡയലോഗ് കൺസേണിംഗ് ഹെറസീസ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചു. അതിന് മറുപടിയായി ടിൻഡെയിൽ 1531 ആൻസർ അൺടു സർ തോമസ് മൂർ എന്ന കൃതിയിലൂടെ തോമസ് മൂറിൻ്റെ വാദങ്ങളെ മുഴുവൻ ഖണ്ഡിച്ചു. ഇവരുടെ സംവാദത്തിൻ്റെ കാതൽ സഭയും തിരുവെഴുത്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. സഭാ പാരമ്പര്യത്തിനും പാപ്പായുടെയും പൗരോഹിത്യത്തിൻ്റെയും അധികാരത്തിനുമാണ് ബൈബിൾ വചനങ്ങളെക്കാൾ പ്രാധാന്യമെന്ന് സർ തോമസ് മൂർ വാദിച്ചു. തിരുവെഴുത്തുകൾക്കാണ് പ്രാഥമിക സ്ഥാനമെന്ന് ടിൻഡെയിൽ തെളിയിച്ചു. സുവിശേഷമാണ് സഭയെ രൂപപ്പെടുത്തിയത്. തിരുവെഴുത്ത് വായിക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയാണ് യഥാർത്ഥ സഭയെന്ന് അദ്ദേഹം വാദിച്ച് ഉറപ്പിച്ചു. ഒരു വശത്ത് ആശയ സംഘടനകൾ നടക്കുമ്പോഴും ടിൻഡെയിലിനെ ഇല്ലാതെയാക്കാൻ കത്തോലിക്ക സഭ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. യൂറോപ്പിലൊരു വസ്ത്രവ്യാപാരിയായിരുന്ന തോമസ് പോയിൻസ് എന്ന സ്നേഹിതൻ്റെ സംരക്ഷണത്തിൽ ഒളിവിലിരുന്നു കൊണ്ടാണ് ടിൻഡെയിൽ തൻ്റെ പരിഭാഷാ പ്രവർത്തനങ്ങൾ അഭംഗുരം തുടർന്നിരുന്നത്. ഒടുവിൽ സഹായിയായി അടുത്തുകൂടിയ ഹെൻറി ഫിലിപ്സ് എന്ന യുവാവ് അദ്ദേഹത്തെ ചതിച്ച് ബെൽജിയൻ ഇമ്പീരിയൽ ഓഫീസർമാർക്ക് ഒറ്റിക്കൊടുത്തു. 1535 മെയ് മാസത്തിൽ അദ്ദേഹം അറസ്റ്റിലാകുകയും ബ്രസൽസിന് സമീപമുള്ള വിൽവോഡെ കോട്ടയിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു. വിൽവോഡ് കോട്ടയിൽ 500 ദിവസം തടവ്, ക്രൂരമായ പീഡനങ്ങൾ, ഭക്ഷണമില്ലാത്ത രാത്രികൾ, കഠിനമായ പീഡനങ്ങൾക്ക് പോലും ആ ഭക്തന്റെ നിലപാടുകളിൽ കടുകിട പോലും മാറ്റം വരുത്തുവാൻ സാധിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞ കത്തോലിക്ക സഭയും ഹോളി റോമൻ എംപയറും ചേർന്ന് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. തടവിലാക്കപ്പെട്ട 500 ദിവസങ്ങൾക്ക് ശേഷം 1536 ഒക്ടോബർ 6 വിൽഫോർഡ് കോട്ടയിലെ തടവറയിൽ വെച്ച് അദ്ദേഹം കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടു.
എന്നിട്ടും പകതീരാതിരുന്ന കത്തോലിക്ക സഭാ നേതൃത്വം ആ മൃതശരീരം ഒരു തൂണിൽ കെട്ടി പരസ്യമായി അഗ്നിക്കിരയാക്കി. അങ്ങനെ തിരുവചനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ വില്യം ടിൻഡെയിലിൻ്റെ ശരീരം ഒരു പിടി ചാരമായി മാറി. വധിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം ഉറക്കെ ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണുകൾ തുറപ്പിക്കണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ടിൻഡെയിലിൻ്റെ രക്തസാക്ഷിത്വത്തിന് തൊട്ട് പിന്നാലെ ഹെൻറി 8 രാജാവിൻ്റെ കത്തോലിക്ക വിരുദ്ധ നിലപാടുകൾ ശക്തിപ്പെടുകയും ഇംഗ്ലണ്ടിലുടനീളം ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബൈബിൾ പ്രചരിപ്പിക്കുവാൻ രാജകീയ അനുമതി നൽകുകയും ചെയ്തു. ടിൻഡെയിലിൻ്റെ സഹപ്രവർത്തകനായിരുന്ന മൈൽസ് കവർഡെയിൽ അദ്ദേഹത്തിൻ്റെ പഴയ നിയമ പുസ്തകങ്ങളുടെ പൂർത്തിയാക്കപ്പെടുവാനുള്ള ഭാഗങ്ങളുടെ പരിഭാഷകൾ പൂർത്തിയാക്കുകയും അങ്ങനെ 1535 തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ബൈബിൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ടിൻഡെയിലിൻ്റെ മരണം നടന്ന ഒരു വർഷത്തിനു ശേഷം ടിൻഡെയിലിൻ്റെ പരിഭാഷയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന മാത്യു ബൈബിൾ 1537 രാജകീയ അനുമതിയോടെ രാജ്യത്ത് പ്രചാരത്തിലായി. 1539 ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബൈബിൾ എല്ലാ പള്ളികളിലും സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ സാധാരണക്കാർക്ക് അവരുടെ ഭാഷയിൽ തിരുവചനം വായിക്കുവാൻ സാധിച്ചു. ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ട കിങ് ജെയിംസ് വേർഷൻ അതിൻ്റെ 90% ടിൻഡെയിലിൻ്റെ ഭാഷാപരമായ സംഭാവനയാണെന്ന് ഓർക്കുക. വില്യം ടിൻഡെയിൽ 42-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായി മരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിഭാഷാ ദൗത്യം ലോകത്തെ മാറ്റിമറിച്ചു. ഭാഷയെയും വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും ഒരേ സമയം സ്വാധീനിച്ച ഒരു ഒറ്റയാൻ പോരാളിയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഉഴവുകാരന് പോലും ദൈവവചനം പ്രാപ്യമാക്കുക എന്ന ടിൻഡെയിലിൻ്റെ സ്വപ്നം ഇംഗ്ലണ്ടിൻ്റെ മതപരവും സാംസ്കാരികവുമായ പൈതൃകത്തെ ശാശ്വതമായി മാറ്റിമറിച്ചു. ക്രൈസ്തവ നവീകരണം യൂറോപ്പിനെ അടിപൊളി രൂപാന്തരപ്പെടുത്തുന്നതും കത്തോലിക്ക സഭയുടെ ശക്തി ക്ഷയിച്ചതും പിൽക്കാല ചരിത്രമാണ്. ലൂതറിൻ്റെ ജർമ്മനി, കാൽവിൻ്റെ ജനീവ, ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭ, കത്തോലിക്ക സഭയുടെ കൗണ്ടർ റിഫോർമേഷന് വഴിതെളിച്ച ട്രെൻറ്റ് കൗൺസിൽ പോലും ടിൻഡെയിൽ ഉയർത്തിയ കൊടുങ്കാറ്റിൻ്റെ ബാക്കി പത്രമായിരുന്നു. ഇന്ന് ബൈബിൾ എല്ലാ ഭാഷകളിലും ലഭ്യമാണ്. ടിൻഡെയിലിൻ്റെ ത്യാഗത്തിൻ്റെ ഫലമാണത്. വിശ്വാസത്തിനായുള്ള പോരാട്ടം എക്കാലത്തും അനിവാര്യമാണ്. ജീവൻ നൽകേണ്ടി വന്നാലും ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും. ലോകമെങ്ങുമുള്ള ബൈബിൾ സ്നേഹികൾ അത്യന്തം ആദരവോടെ ഓർക്കേണ്ടുന്ന അതുല്യമായ നാമമാണ് വില്യം ടിൻഡെയിലിൻ്റേത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹല്ലേലൂയ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി.